തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലറും മുൻ ഡി.ജി.പിയുമായ ആർ ശ്രീലേഖയുടെ വീരത്തിന് മുൻപിൽ പിണറായി വിജയന്റെ അടിമ പോലീസ് അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിനിടെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശ്രീലേഖ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരംഗമായിരിക്കുകയാണ്. കാക്കിക്കുള്ളിൽ CPM രാഷ്ട്രീയം കളിക്കുന്നവരെ പോടാ പുല്ലേ എന്ന് ശ്രീലേഖ വിളിച്ചത് താങ്ങിപ്പിടിച്ച് CPM സൈബർ ഗുണ്ടകൾ വിളയാടുകയാണ്. എന്നാൽ അങ്ങനെ വിളിച്ചതിൽ തനിക്കൊരു കുറ്റബോധവുമില്ലെന്നാണ് ശ്രീലേഖയുടെ സ്റ്റാൻഡ്. അഴിമതിയും അനീതിയും കണ്ടാൽ പണ്ട് DGP ആയിരുന്നപ്പോഴും താൻ ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരുന്നതെന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. അഴിമതിയും ഗുരുതര തെറ്റുകളും ചെയ്ത ഉദ്യോഗസ്ഥരെ സർവീസിലിരുന്നപ്പോൾ താൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഒരു രാഷ്ട്രീയക്കാരനും അസോസിയേഷൻ നേതാവും എനിക്കെതിരെ ശബ്ദിച്ചിട്ടില്ല. എന്നിട്ടാണോ ഇപ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തെമ്മാടികളെ പോടാ എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ഇത്ര പൊള്ളുന്നതെന്നാണ് ശ്രീലേഖ ചോദിക്കുന്നത്. നെട്ടയത്ത് ബി.ജെ.പി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച വട്ടിയൂർക്കാവ് പോലീസിന്റെ നടപടിക്കെതിരെയായിരുന്നു മഹിളാ മോർച്ചയുടെ സന്ധിയില്ലാത്ത പോരാട്ടം. പിണറായിയുടെ തെമ്മാടികളെ, കാക്കിയിട്ട ഗുണ്ടകളെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ സ്റ്റേഷൻ പരിസരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കാക്കിക്കുള്ളിലിരിക്കുന്നത് പോലീസാണെങ്കിൽ നിയമം പാലിക്കുമെന്നും മറിച്ച് CPM ഗുണ്ടകളാണെങ്കിൽ മറുപടി വേറെയായിരിക്കുമെന്നും ശ്രീലേഖ നൽകിയ മുന്നറിയിപ്പ് ബി.ജെ.പി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് പകരുന്നത്. ശ്രീലേഖയുടെയും ബി.ജെ.പിയുടെയും ശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ ആഭ്യന്തര വകുപ്പിന് മുട്ടുമടക്കേണ്ടി വന്നു. പ്രതിഷേധം കനത്തതോടെ വട്ടിയൂർക്കാവ് SHOയോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ DGP നിർദ്ദേശിച്ചു. ഇത് ബി.ജെ.പിയുടെയും മഹിളാ മോർച്ചയുടെയും ധീരമായ പോരാട്ടത്തിന്റെ വിജയമാണ്. ചെയ്ത അപരാധത്തിന് SHOയെ അവധിയിൽ അയച്ചല്ലോ. DGPക്കും കമ്മീഷണർക്കും നന്ദിയെന്ന് ശ്രീലേഖ പരിഹാസത്തോടെ കുറിച്ചിട്ടുണ്ട്. CPM ഗുണ്ടകൾക്ക് വീടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ശ്രീലേഖയും ബി.ജെ.പിയും നൽകുന്നത്. കാക്കിക്കുള്ളിലെ രാഷ്ട്രീയക്കാരെ തുറന്നു കാട്ടാൻ ശ്രീലേഖയെ പോലൊരു കരുത്തുറ്റ നേതാവ് ബി.ജെ.പിക്കൊപ്പമുള്ളത് അഴിമതിക്കാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പിണറായി വിജയന്റെ പോലീസ് രാജ്യം ബി.ജെ.പി പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ നോക്കിയാൽ അതിശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.